ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കമൻറ്റിൽ, നമ്മുടെ ചുച്ചുക്കുട്ടീൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു സംഭവം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ റനാക്കും ഹയാനും ക്ലാസ് 7:30 നമ്മൾ സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ ചെറുപയറും ഇന്ന് ചോറും കൂടെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ 8-ൻ്റെ പണി കിട്ടി. ചെറുപയറിന് പകരം അവസാനം അച്ചാറ് കൊടുത്തു വിടേണ്ടി വന്നു കേട്ടോ. കാരണം ബസ് മിസ്സാവും. നമ്മുടെ ചെറുപയർ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് വെന്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉപ്പിടാതെയാണ് വേവിക്കുക. ഇക്ക പറഞ്ഞു ഉപ്പിടുക, അപ്പോൾ പിന്നെ വേഗം ടൈം ലാഭിക്കാമല്ലോ. നോക്കിയപ്പോൾ സംഭവം വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അച്ചാറ് കൊടുത്ത് അങ്ങോട്ട് ഒപ്പിച്ചു. ഇതായി കുട്ടികൾക്ക് ടിഫിന് കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ട് ഇത് അവരിറങ്ങാണ് കേട്ടോ. അവരുടെ ബസ് നേരത്തെ വരും. പത്രിപ്പാല സ്കൂളിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂറോളം അവർക്ക് ബസ്സിലിരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കിയ സമയത്ത് വീണ്ടും ഞാൻ ചെറുപയർ ദേ വെച്ചിട്ടുണ്ട്. മക്കൾ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചുച്ചുകുട്ടീനെ എണിപ്പിച്ചിട്ട് തുടങ്ങാം. എനിക്ക് സ്കൂളിൽ പോണ്ടേ? ബാ പോയി കുളിച്ച് സുന്ദരി കുട്ടപ്പേട്ടാരാ. എനിക്ക് ബാ പഠിക്കോ? ഇന്നലെ പഠിക്കൂല. എനിക്ക് 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 അല്ല 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 ചത്തം നോക്കണം. എങ്ങട്ടാ പോണേ? ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുക. ആര് ചോദിച്ചാലും പെട്ടെന്ന് മറുപടി പറയണം, മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. അതാണ് ഇപ്പൊ വലിയ പാട്. അവള് മുണ്ടൂല, എല്ലാവർക്കും മുണ്ടി. അയച്ചനെ കൊണ്ടുപോയ പിന്നെ ചുച്ചുവാണ് പേര് പറഞ്ഞു പോക്ക് പറയും. ചോദിക്കും പറഞ്ഞു കൊടുക്കണ്ട. ആക്റ്റീവ് ആയിരുന്നു അവള്. ആദ്യത്തെ വീഡിയോ നോക്ക്, എന്ത് ആക്റ്റീവ് ആണെന്നറിയോ. മുടി പറ്റട്ടെ. പക്ഷെ ഇപ്പൊ എന്ത് പറ്റി എന്റെ കുട്ടിക്ക് എന്നാണ് ആലോചിക്കുന്നത്. ഞാൻ ആർക്കും മിണ്ടില്ല. ആരെങ്കിലും വന്ന് ആദ്യം പറയും. ഞാൻ മിണ്ടില്ല കേട്ടോ. നിങ്ങളുടെ കൂടെ കൂടി സംശയം. ഐബ്രോ പെൻസിൽ എടുത്തിട്ട് വരാം. ഇരുന്ന് ഓടിക്കുക. ഒരു വാട്ടർ ബോട്ടിലൊക്കെ ആകട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ ബിനോമിയെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഡെയിലി 1500 rupees, മന്ത്ലി 30K വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പാണ് ഇത്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒരേപോലെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് അസറ്റ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഗൂഗിൾ, ആപ്പിൾ, യൂറോ, കറൻസി, USD, ഗോൾഡ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് 90% പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളൊരു അസറ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് അത് ഡിക്രീസ് ആവുമോ ഇൻക്രീസ് ആവുമോ എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 700 rupees അസറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇൻക്രീസ് ആവുമെന്നാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇൻക്രീസ് ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പൈസ 24 hours ഉള്ളിൽ നമുക്ക് പേടിഎം വഴിയോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴിയോ നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ മിനിമം ഡെപ്പോസിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 350 rupees ആണ്. എൻ്റെ ഈ കാണുന്ന ഒരു പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 400 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ 800 ആക്കി ഇരട്ടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് ബിനോമോ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 65,000 രൂപയുടെ ഒരു ഡെമോ അക്കൗണ്ട് കിട്ടും. ഈ ഡെമോ അക്കൗണ്ടിൽ കളിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒറിജിനൽ അക്കൗണ്ടിൽ കയറിയിട്ട് ട്രേഡ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഫുൾ ആൻഡ് ഫുള്ളി നിങ്ങളുടെ റിസ്കിലായിരിക്കും. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ മടിച്ച് വെക്കേണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബിനോമോ ഡൗൺലോഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ഏൺ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബിനോമിസ്റ്റാണ്. അപ്പോൾ നിങ്ങളോ? അപ്പോൾ ചുച്ചുക്കുട്ടീനെ റെഡിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്നാക്സ് ബോക്സിൽ സ്നാക്സ് ഒന്നും ആക്കണം. ഇന്ന് ഉച്ചവരെ ഇല്ല കേട്ടോ. അവർക്ക് ഫസ്റ്റ് ഡേ ഓഫ് ക്ലാസ് ആയതുകൊണ്ട് 12:30 വരെയുള്ളൂ. അപ്പോൾ സ്നാക്സും വെള്ളവും മാത്രം നമ്മൾ കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. അത്രയൊന്നും തിന്നാനുള്ള സമയമില്ല. മറ്റെവിടെ മൈസൂർപ്പാ?
അങ്ങനെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ചുച്ചുക്കുട്ടീൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ നെട്ടിപ്പോയി. ഞാൻ പറഞ്ഞിടത്തൊന്നല്ല, അത് ചുച്ചുക്കുട്ടി തന്നെ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കിക്കേ. എനിക്ക് തന്നെ നല്ലോണം ചിരി വന്നു കേട്ടോ. റെന കേട്ടു. റെനയും കുറേ നേരം ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കളയാണ്ട് കൊണ്ടുവരണം കേട്ടാ. വേറെ ആരുടെ ഒന്നും എടുത്തിട്ട് വരരുത്. ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ, സ്നാക്സ് ഇത് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് തരാം. വെള്ളം ഇതെവിടെ വെക്കാം. കൊള്ളൂ അമ്മേ. വേറെ ആരുടെ ഒരു സാധനങ്ങളും എടുക്കാൻ പാടില്ല. ഓക്കെ, ബോക്സിൻ്റെ ഉള്ളിൽ വെക്കാം. കുട്ടിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മാമിൻ്റെ അടുത്ത് ചോദിക്കണം. ഓക്കെ, വേഗം എനിക്ക് ഇങ്ങോട്ട് വാ, അടുത്ത് വാ. അഭി കൊടുക്കും, കൊടുക്കി വേഗം. വേഗം ചവച്ച് തിന്നണം. സുന്ദരി കിട്ടിയല്ലോ. അപ്പൊ ഞാനിതേ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ടണ്ടടേ ചുച്ചുക്കുട്ടിയും വന്നിട്ടുണ്ടല്ലോ. ശരി, നമുക്ക് ഇറങ്ങാം. സമയമായിട്ടോ. ശരി, 9. എന്തൊക്കെ പഠിക്കും നീ? ഒക്കെ പഠിക്കും അല്ലേ? കരിയില്ല, നല്ല മോളാണ്. ചെവിയിലൊക്കെ കുത്തി കേട്ടുണ്ട്. ഓക്കേ ഓക്കേ അല്ലേ? കരയുന്നുണ്ടാ? അമ്മി വേഗം വിളിക്കാൻ വരൂലേ? ശരി. എന്താ പറഞ്ഞോണ്ടാണ് ചേച്ചി? അഭി എന്ത് ചെയ്യണം? പറ. എന്ത് ചെയ്തിട്ട്? ഫോണ് നോക്കി അഭി സ്കൂളിൽ സ്റ്റെപ്പിലിരിക്കണം. അത്ര തിരിച്ചു വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? അഭി സ്റ്റെപ്പിലിരിക്കണ? ശരി, അഭി സ്റ്റെപ്പിലിരിക്കും. ഓക്കെ, ഡൺ. സുന്ദരിക്കിട്ട് അല്ല അല്ല, മെല്ലെ മെല്ലെ മെല്ലെ. ചേച്ചിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ എടുക്കട്ടെ. ആ ബാഗ് വാങ്ങി വെക്കി. ഓക്കെ ഓക്കെ, മതി മതി മതി. വാ വാ വാ, എടുക്ക്. ഇപ്പുറത്ത് ഇപ്പുറത്ത്. കണ്ടടേ. ചേച്ചിക്ക് ഇഷ്ടമല്ല ഷീറ്റിലിരുന്നോ? ഏത് ബെഞ്ചാ വേണ്ടത്? ഏത് ബെഞ്ച് വേണം? مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت غير المغضوب عليهم ولا الضالين. കുറച്ച് നേരം ഞാൻ വായിച്ചു കൊടുക്കുക. പക്ഷേ എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കരഞ്ഞ് ഹരാക്കാക്കി. അവളും എൻ്റെ ക്ലാസ്സിലെ എൻ്റെ മാമാൻ്റെ കൂടിയാണ്. അവളും എൻ്റെ ക്ലാസ്സിലാണ് കേട്ടോ. അമ്മ ഇവിടെ ഉണ്ട്. ആങ്ങളൻ്റെ മോള് ലാസ്റ്റ് നിലത്ത് കിടന്ന് ഉരുണ്ടിട്ട് കരയാൻ തുടങ്ങി. അവസാനം ടീച്ചർമാർ തന്നെ പാരൻസിനെ ഏൽപ്പിച്ചു കേട്ടോ. പിന്നെ ദേ ചുച്ചുക്കുട്ടി ഇങ്ങനെ അവിടെ നിന്ന് കരയാം. ഞാൻ കുറച്ച് അടുത്തിരുന്നു, എന്ത് ചെയ്തിട്ടും കേൾക്കണില്ല. അവസാനം അവർ പുറത്ത് വിട്ടിട്ട് നമ്മുടെ തന്നെ നോക്കാൻ പറഞ്ഞു കേട്ടോ.
അങ്ങനെ കുറച്ച് നേരം സമാധാനപ്പെടുത്തിയതിന് ശേഷം വീണ്ടും ക്ലാസ്സിനകത്തേക്ക് നമ്മൾ പോയി. അപ്പോൾ ചുച്ചുക്ക് ഇഷ്ടമുള്ള ചെയർ കളർ നോക്കി സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആളെവിടെ കേൾക്കാൻ, ആൾക്ക് ഫുള്ള് കരച്ചിലാണ്. എങ്ങാനും നമ്മൾ വിട്ടിട്ട് പോയാലോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട്. ഇപ്പോൾ 4 വർഷമായിട്ട് വീടിനകത്ത് തന്നെയല്ലേ, നമ്മുടെ കൂടെ തന്നെയല്ലേ. അപ്പം അതിൻ്റെ ആ ഒരു ഇതും കൂടി ഉണ്ട്. പിന്നെ റനയും ഹയാനും കരഞ്ഞിട്ടില്ല കേട്ടോ സ്കൂളിൽ വിട്ട സമയത്ത്. അപ്പോൾ ചുച്ചു എന്തായാലും കരയുന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു, കാരണം അത്രയും അവൾ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പിന്നെ ഇതേ ജയാനെ തൊട്ടടുത്ത് ഇരുത്തി നോക്കിയപ്പോൾ ഇവർ ചന്തയിൽ കണ്ട മഹതി എന്തോ പറയില്ല എന്ന പോലെ, അതുപോലെ ഒരു പരിചയം പോലും ഇല്ലാത്ത പോലെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കരയുന്ന തിരക്കിലായിരുന്നു രണ്ടാളും കൂടി. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് പിന്നെ ഓരോ സ്റ്റെപ്പായിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് പൊളിച്ചിട്ട് ബോൾ കളയും. അവരൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആണ്, കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അങ്ങനെ ചുച്ചു ഒരു കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ സെറ്റിൽഡ് ആയിട്ടുണ്ട്. ഞാൻ ബാത്റൂം പോയിട്ട് വരാതെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ 4 കുട്ടികളുണ്ട് കേട്ടോ. മൂത്ത ബ്രദറിൻ്റെ മോള് 1ാം ക്ലാസ്സിലാണ്, അവളെ കണ്ടില്ല. പിന്നെ ആരാണ്, പിന്നെ 2ാമത്തെ ബ്രദറിൻ്റെ മോള് pre-KG ആണ്, പക്ഷെ ചുച്ചുക്കുട്ടീൻ്റെ ഒപ്പമാണ് ഇരുത്തിക്കണവർ. പിന്നെ എൻ്റെ അനിയത്തീൻ്റെ മോനും, അങ്ങനെ മൊത്തം 4 നമ്മുടെ കുട്ടിയും ചേർത്തിട്ട്. അയ്യോ, എനിക്ക് ഫസ്റ്റ് അവിടെ നിന്നില്ലേ സങ്കടം വന്നിങ്ങനെ കരച്ചിലൊന്ന് മുട്ടിയിട്ട്. ഞാൻ 1ാം ക്ലാസ്സിൽ എന്നെ ചേർത്തിയ സമയത്ത് അങ്ങനെയായിരുന്നു, എനിക്ക് കരയാൻ പറ്റില്ലായിരുന്നു. കാരണം എന്നെ വിട്ട ഉടനെ തന്നെ അവർ പോയില്ല, ഓട്ടോയിൽ കയറ്റി വിട്ടോ അങ്ങനെ എന്തോ ചെയ്തു. എനിക്കിപ്പോഴും സങ്കടം. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ അതുപോലെ തോന്നി. പിന്നെ അങ്ങോട്ട് കൺട്രോൾ പോയി ആളുടെ, ഒരേ കരച്ചില്. ഇനിയിപ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എത്തി നോക്കിയതല്ലേ, കണ്ടില്ലെങ്കിൽ ഇനി തുടങ്ങും. 2-3 ദിവസമൊക്കെ അങ്ങനെ ഉണ്ടാവൂലേ, അത് കഴിഞ്ഞ് ശരിയാവും ഇൻഷാ അല്ലാ. 12 മണിക്ക് ഒക്കെ വന്ന് വിളിച്ചിട്ട് വന്നാൽ മതിട്ടാ. അബി മൊബൈൽ നോക്കിയിട്ട് സ്റ്റെപ്പിൽ ഇരിക്കുക പറഞ്ഞ ആളാണ്, സ്റ്റെപ്പിൽ ഇരിക്കുന്നത് പറഞ്ഞിട്ട് വന്നതാണ് ഇപ്പോൾ നമ്മള്. അപ്പോൾ ഇനിയിപ്പോൾ പോയി ഹെയ്സന് ഭക്ഷണമൊക്കെ കൊടുത്ത് അടുത്ത പരിപാടികൾ, നോൺ സ്റ്റോപ്പ് പരിപാടികൾ. എന്തോ മാങ്ങ നോക്കൂ. അങ്ങനെ 12:30 ആയപ്പോൾ അതേ ചുച്ചുക്കുട്ടീനെ ഇക്ക വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കരഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ബാത്റൂമിലേക്ക് പോയിട്ട് വരാം, അല്ലെങ്കിൽ പുറത്ത് അവിടെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മോള് വരുന്ന സമയത്ത് എനിക്ക് വേറൊരു അർജൻറ്റായിട്ടുള്ള കോൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് അവളെ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ല, പാവം. അപ്പോൾ അതേ നമ്മുടെ ഹെയ്സൻ കുട്ടനും ഉണ്ട്. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഭാഗം അങ്ങനെയാണ്, അത് നോക്കാം, അത് എങ്ങനെ റെഡി ആവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 പേർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഹെയ്സനെ ഉറക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് സുഖമായിട്ടിരുന്ന് സ്ലേറ്റ് എടുത്ത് എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ. എഴുത്. മാഷാല്ലാ, ഇതൊക്കെ ഇന്ന് പഠിച്ചാ? ആ, ഇതൊക്കെ എന്താണ്? ആ, നീ അറബി എഴുതണ പോലെയല്ലോ ഇംഗ്ലീഷ് എഴുതണത്. വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലേക്ക് അവരവിടെ നിന്ന് അങ്ങനെ തോന്നണല്ലേ പഠിപ്പിക്കണേ. ആ, ബി, അത് ഡി അല്ലേ?
ചുച്ചു ഒറ്റ ദിവസത്തിൽ ഇതൊക്കെ പഠിച്ചാ? ചുച്ചു ബ്രില്യൻ്റ് ആണല്ലോ. വാവ്, ഗുഡ് ഗേൾ. എക്ക് വരയിടണം. ഓ, അത് സി ആണല്ലേ. സി ഒക്കെ എഴുതണ വല്ല റാ മാതിരി ഉണ്ടല്ലോ പൊന്നു. കുറച്ചേരം ഉറങ്ങിയാലോ? സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും. എന്താണ് എഴുതി നിക്കാ? നമ്മള് ട്യൂഷൻ വിട്ടിട്ട് അല്ലേ സി എഴുതുന്നതൊക്കെ റാ മാതിരി എഴുതുന്നുണ്ട്. ശരി, ഈ പഠിക്കട്ടാ. അമ്മ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്താണ് അഭി എന്നെ എണിപ്പിക്കാണ്. ഞാൻ ഫ്രണ്ട്